ഇന്നത്തേതൊരു കരിമീനിൻ്റെ കഥയാണ് മക്കളെ. 2 കരിമീൻ കിട്ടിയിട്ടുണ്ട്. കരിമീൻ നന്നായിട്ട് നമ്മളൊന്ന് കിടത്തിയും ഇരുത്തിയും നിർത്തിയും ഒക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ മാരിനേറ്റ് ചെയ്യുന്നത് മമ്മിയാണെങ്കിലും പൊടികളെല്ലാം തട്ടിപ്പൊട്ടി ഇട്ട് കൊടുത്തത് ഞാനാണ്. എല്ലാം കറക്റ്റ് പാകത്തിന് ഞാനാണ് ഷെഫെങ്കിലും അതെല്ലാം ഒന്ന് എൻ്റെ കയ്യിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയാണ് എല്ലാം ഒന്ന് സെറ്റാക്കി അതിനെ ഒന്ന് റെഡിയാക്കി മേക്കപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ കരിമീൻ 2 എണ്ണം കടലിലുള്ള കരിമീനാണ് കേട്ടോ. പിന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കുരുമുളക് ചതച്ചത്, ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് എല്ലാ പോർഷനിലും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇച്ചിരി നന്നാക്കി എടുക്കാൻ കുറച്ചൊന്ന് പാടുപെട്ടു എങ്കിലും വേണ്ടില്ല, കുഴപ്പമില്ല, വല്ലപ്പോഴും അല്ലേ. ഞാൻ അങ്ങനെ ഇത് മേടിച്ചിട്ടില്ല, അങ്ങനെ കഴിച്ചിട്ടുമില്ല. കടലിലുള്ള കരിമീൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. കൊണ്ടുപോ കപ്പ് മാലയില്ല. നമുക്ക് ഒരു ദിവസം ഡേ ആൻഡ് നൈറ്റ് വെച്ചാൽ നല്ലതാണ്. ഫ്രീസറിൻ്റെ താഴെ, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ. അപ്പോൾ ഡയലോഗുകളെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് നമ്മുടെ കരിമീൻ കുട്ടനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഞാനൊരു 1 മണിക്കൂറോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വച്ചിട്ടുണ്ട്, സെറ്റാക്കി. ഇത് പൊള്ളിച്ചെടുക്കാം, കറി വയ്ക്കാം, എന്ത് വേണോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈ ആണ് ചെയ്യുന്നത്. എല്ലാം ഓക്കേക്ക് സെറ്റാക്കി. വറുത്ത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ചോറും കുറച്ച് തോരനും ഈ ഒരു കഷണം കരിമീനിൻ്റെ കഷ്ണവും കൂടെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് മക്കളെ. കുറച്ച് സലാഡിന് വേണ്ടി തക്കാളി, സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാനുണ്ട്. കൊള്ളാം, സൂപ്പർ, നന്നായിട്ടുണ്ട്.